ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് താമരയുടെ ട്യൂബർ എങ്ങനെ നടാൻ നോക്കാം. ഇതാണ് ട്യൂബർ. അതിനായിട്ട് ആവശ്യമുള്ളത് നമുക്കൊരു ബേസിനാണ്. ഈ ബേസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ വിഡ്ത്തും അതുപോലെ 25 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ളൊരു ബേസിനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട പോട്ടിംഗ് മിക്സ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ ചുവന്ന മണൽ എടുത്തിട്ടുണ്ട്, അത് പൂഴി എന്നും പറയും. പിന്നെ ചെളി, ചാണകപ്പൊടി, എല്ലും പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ചാണകപ്പൊടി, എല്ലും പൊടി നമുക്കൊരു 1/2 കിലോ വെച്ച് മതിയാകും. പിന്നെ ചെളി ഓപ്ഷണലാണ്, ചെളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, അതല്ലെങ്കിൽ മണ്ണായാലും എടുത്താൽ മതി. ഇതെങ്ങനെയാണ് നടണേന്ന് നോക്കാം. നേരം നമ്മൾ എപ്പോഴും ട്യൂബറൊക്കെ നടുമ്പോൾ ലെയറായിട്ടാണ് നമ്മൾ സോയിൽ അഥവാ പോട്ടിംഗ് മിക്സ്ചർ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറമെ നമുക്ക് എല്ലും പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മൊത്തത്തിൽ എല്ലും പൊടി 1/2 കിലോ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം. ആദ്യമേ കുറച്ച് എല്ലും പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറമെ പൂഴി അഥവാ ചുവന്ന മണൽ അത് കുറച്ചിടാം. അതിൻ്റെ പുറമെ വീണ്ടും നമുക്ക് കുറച്ച് എല്ലും പൊടി വിതറി കൊടുക്കാം. ലാസ്റ്റ് മണ്ണാണ് ഉള്ളത് അല്ലെങ്കിൽ ചെളി ഇല്ല എങ്കിൽ മാത്രം നമുക്ക് മണ്ണ് തന്നെ ഇട്ട് കൊടുക്കാം. അതല്ല ചെളി ഉണ്ടെങ്കിൽ ചെളി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇട്ടതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. എനിക്കിവിടെ ചാണകപ്പൊടി ആ ടൈമിൽ അവൈലബിൾ അല്ലാഞ്ഞുകൊണ്ട് ഇടാഞ്ഞതാണ്. ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബേസത്തിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിയുടെ താഴെ അളവിൽ മാത്രമേ നമ്മുടെ പോട്ടി മിക്സ്ചർ അല്ലെങ്കിൽ മണ്ണും ഈ മിക്സ്ചർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മേലോട്ട് വരും. ട്യൂബർ നട്ട് കൊടുക്കാം. ട്യൂബർ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ട്യൂബർ എടുത്തിട്ട് ആ മണ്ണിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആ ഷേപ്പ് നമുക്ക് കിട്ടും. ആ ഷേപ്പിൽ നമ്മുടെ കൈവിരലിൻ്റെ അളവിൽ ഒരു കുഴി പോലെ, ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് ആ കുഴിയിലേക്ക് വേണം നമ്മുടെ ഈ ട്യൂബർ അഥവാ താമരയുടെ കിഴങ്ങ് വെച്ച് കൊടുക്കാനായിട്ട്. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗം, അതായത് ഇല വന്നിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഇല വരാൻ പോകുന്ന ഒരു പോർഷൻ ഉണ്ടാകും, അത് ഒരിക്കലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകാൻ പാടില്ല. അത് മണ്ണിന് മേലെ വരുന്ന രീതി വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട്. ശേഷം ഒരു ടൈലിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും ഭയങ്കര സ്ലോയിൽ, അതായത് നട്ട ട്യൂബറിന് ഒരു അനക്കം പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. സ്ലോലി വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി അങ്ങ് കൂടിപ്പോരുത്. ആ ഇല പൊങ്ങുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ട്യൂബറിന് താമരയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതെല്ലാം നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താമരയുടെ പുറത്തേക്ക് ഒരു നെറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. നെറ്റ് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നെറ്റിട്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. അത് ഈ രാത്രിയൊക്കെ ആകുമ്പോൾ കിളികളൊക്കെ വന്ന് കിഴങ്ങ് എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ നെറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഇല പൊങ്ങുന്നതനുസരിച്ച് അത്യാവശ്യം ഹൈറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നെറ്റ് മാറ്റി കൊടുക്കാം. ഒന്ന് വേര് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ നെറ്റ് മാറ്റി കൊടുക്കാം, കുഴപ്പമില്ല. ഒരു 2-3 ദിവസത്തേക്ക് മാത്രം നെറ്റ് ഇട്ടാൽ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ.